വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്രാഫ്റ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത ഫെയറി ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. സംഭവം നാളെ തിരുവോണമാണെങ്കിലും ഇന്ന് നമ്മളൊരു ക്രിസ്മസ് വൈബുള്ള ക്രാഫ്റ്റാ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇതേപോലൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ എവിടുന്നേലും ഇതുപോലൊരു ഉണക്ക ചുള്ളിക്കമ്പ് എടുത്തുകൊണ്ട് വരിക. പിന്നെ ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടിഷ്യൂ പേപ്പർ ആണ്. ടിഷ്യൂ പേപ്പർ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാനതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ദാ ഈ ഒരു ഷേപ്പിൽ അതിനെ ട്വിസ്റ്റ് ചെയ്ത് മടക്കി എടുക്കുക. രണ്ട് പെറ്റല് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. സംഭവം അടിപൊളിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്രാഫ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം പഠിച്ചെടുക്കാൻ വളരെ സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇത് നാലാമത്തെ തവണ എന്തോ ഈ ഒരു സെയിം ക്രാഫ്റ്റ് ചെയ്യുന്നത്. പല സൈസിൽ ഈ സെയിം ക്രാഫ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു വലിയ വെർഷൻ എന്റെ കോളേജിലെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്തത് അറ്റാച്ച് ചെയ്തേക്കാം. അതുകൂടി ഒന്ന് കണ്ടു നോക്ക്. കോളേജിൽ ആരും ഇത് കാണാതിരുന്ന എന്റെ ഭാഗ്യം. പിന്നെ ഞാൻ ഇതിൽ വൈറ്റ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ കളറൊക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് ഒരു കളർഫുൾ തീമിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട്. ഫെയറി ലൈറ്റ്സ് ഇവിടെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റേതിലോട്ടെല്ലാം ചുറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്ക് കിട്ടും. പിന്നെ കോളേജിൽ ഞാൻ ചെയ്തത് ഇതായിരുന്നു സംഭവം. രണ്ടുപേരുടെ വലിപ്പം കാണും ഇതിന്. പിന്നെ നാളത്തേക്കുള്ള ഓണൊരുക്കത്തിന് മുമ്പുള്ള പറമ്പ് വൃത്തിയാക്കലിന്റെ ഒക്കെ ഇടയിൽ വല്ല കമ്പോ കോലോ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരെണ്ണം ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.